ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ കുറേ ദിവസമായില്ലേ നമ്മുടെ ചാനലിൽ കൃഷിയുടെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ ഇതാ കൃഷിയുടെ വീഡിയോസ് സ്റ്റാർട്ടാവുകയാണ് കേട്ടോ ഇനി പിന്നെയും. അപ്പോൾ നമ്മൾ ഇതാ ഇപ്പോൾ ഉള്ളത് എന്താണെന്നിപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല, പപ്പായയുടെ തോട്ടത്തിലാണ് കേട്ടോ. നമ്മളെ കുടിയിലൊക്കെ പപ്പായ വലിയ വിലയൊന്നുമില്ല നമുക്ക്. അപ്പോൾ ഇതാ പപ്പായയുടെ തോട്ടത്തിലാണ് ഞാൻ നിൽക്കുന്നത്. പപ്പായ ഞാനിപ്പോൾ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, പപ്പായൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മച്ചു വാ, മച്ചു ഉണ്ട് കേട്ടോ കൂടെ, എന്താ വരുന്നു. എന്താ പറഞ്ഞുകൊണ്ട് വന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പപ്പായ പച്ച ഇവിടെ ആരും അങ്ങനെ കഴിക്കൂലെന്ന്. ഇവിടെ പഴുത്തതാണ് കേട്ടോ എല്ലാവരും കഴിക്കുക. പഴുത്തത് കഴിക്കുക പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ആരോഗ്യമാണ് തിന്നാലെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. സംഭവം ആരോഗ്യം ഉണ്ടാവും. നമ്മുടെ കുടിയിൽ വലിയമാരൊക്കെ പറയുന്നുണ്ടല്ലേ, കറുവത്തുങ്കായ ഭയങ്കര നല്ല സംഭവങ്ങളാണെന്നൊക്കെ. പക്ഷെ ആർക്കും അങ്ങനെ വിലയൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഞങ്ങളോട് അതിൽ കറുവത്തുങ്കായ എടുത്തോന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വലുത് നോക്കിയിട്ട് ഒരെണ്ണം പൊട്ടിച്ചോന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും വലുതും ചെറുതൊന്നും ഞാൻ നോക്കണില്ല, അത്യാവശ്യം കുറച്ച് പഴുപ്പായ ഒരെണ്ണം ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ആരും ഇല്ല കേട്ടോ ഈ ഒരു തോട്ടത്തിൽ, ഇല്ലയെന്നല്ല, ഓലെ തൊടു തന്നെയാണ് കേട്ടോ ആ കാണുന്നത്. അപ്പോൾ അവിടെ ഒരു പണി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ നമ്മുടെ കൂടെ വന്നിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇവിടെ എടുത്തോളാൻ പറഞ്ഞേക്കണു. അപ്പം ഇനി ഇവിടെ എങ്ങനെയാ വെച്ചാൽ നമ്മൾ എടുത്തോന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടില്ലെങ്കിൽ അവർക്ക് ഭയങ്കര ദേഷ്യം വരും കേട്ടോ. നമ്മളവിടെ ചിലപ്പോൾ നേരെ തിരിച്ചായിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ പറയാതെ തന്നെ അറുത്തിട്ട് കാണിച്ചു കൊടുത്താലും അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഒരു ഉണ്ടാക്കൂല കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരെണ്ണം കേട്ടോ ഞങ്ങൾ കണ്ടു വെച്ചിട്ടുള്ള, അത്യാവശ്യം പഴുത്തിട്ടുമുണ്ട്. ഇന്നാ 2 ദിവസം കഴിഞ്ഞിട്ട് കഴിക്കും ചെയ്യാം കേട്ടോ, ആ ഒരു മാതിരി ഉള്ളത്. അപ്പം അത് നമുക്ക് പോകുമ്പോൾ ഇറക്കാം അല്ലേ. മച്ചു ഇതെന്താടാ, ഇതെന്ത് സംഭവം? ആ എന്താ? പപ്പായി. ഇവിടെ പപ്പായി എന്നാണ് കേട്ടോ പറയുക. അപ്പം മച്ചുവോ, നമ്മളവിടെ എന്താ പറയുന്നറിയോ? പപ്പായ. പപ്പായ പറഞ്ഞ പപ്പായ പറയും. പപ്പായ ഇതാ മച്ചു ഇതാ കാണിച്ചു തരാം പപ്പായ. എനിക്കൊരു പച്ച പപ്പായ കൂടി വേണം കേട്ടോ കൂട്ടാൻ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ കണ്ടില്ല അപ്പോൾ എല്ലാവരും. മച്ചു പപ്പായ എവിടെയൊക്കെ ഉള്ളത് കാണിച്ചു കൊടുത്താ. പിന്നെ എവിടെയുള്ളത്? കുറേ പപ്പായ ഉണ്ടോ? ഇതാരതാണ്? ഇതാരതാ? വടി. ഇത് വടിയല്ല, ഇത് പപ്പായയുടെ ഇതാണ്. പപ്പായയുടെ വടിയാ? എവിടുന്നാ കിട്ടി? എവിടുന്ന മച്ചുവിന് വടി കിട്ടി? എവിടുന്ന കിട്ടി? ആര് തന്ന്? താത്തേ? വെറുതെ പറയണ്ട, ഇവിടെ ഒരു താത്തിയില്ല. അയ്യോ മച്ചു വഷളായി. അപ്പോൾ ഇതാ ഞങ്ങൾ പപ്പായ ഇറക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ഞാൻ ആ കണ്ടു വെച്ച പപ്പായ അല്ലേ ഞാൻ അറുത്ത്. അതിന് ചെറിയൊരു കേടുണ്ട്, അപ്പോൾ ഞാൻ എടുത്തില്ല. ചൂട് കാലത്തല്ലേ ഇതിൻ്റെ ഉള്ളിൽ വന്നാൽ നല്ല തണുപ്പായിരിക്കും. ഇതാ അത് നല്ല പഴുത്തിട്ടുണ്ട്. ഇതാ അതോ പപ്പായ കുറച്ച് വലുതായ കാക്കുമോ. ഈ പപ്പായ കുറച്ച് വലുപ്പം അധികം ഉണ്ടല്ലോ. അതാ മച്ചു വീണോ? നീക്കേ. മച്ചു സ്ട്രോങ് അല്ലേ? മച്ചു സ്ട്രോങ് അല്ലേ? മച്ചു വീഴാനൊന്നും പറ്റൂല കേട്ടോ. അയ്യോ വായ. ഈ പപ്പായ ഇപ്പം ഞങ്ങളിങ്ങനെ കൊണ്ടുപോകുന്ന ആലോചിക്കണം. ആൾ ലേശം വലിപ്പം അധികം ഉണ്ട്. മച്ചു ഈ പപ്പായ എനിക്ക് പൊന്തുവാടാ, ഈ പിടിക്കുവോ? ഇത് മച്ചു വേണമെങ്കിൽ ഒറ്റക്ക് തിന്നോട്ടോ, കാരണം പപ്പായ ഭയങ്കര ഇഷ്ടമാണ്. എന്നതർത്ത പൊട്ടിക്കും എന്നാ മച്ചു. അയ്യോ അയ്യോ. അപ്പോൾ ഞങ്ങൾ പപ്പായ കറുത്ത് പോവുകയാണ്. കടയിൽ ഞങ്ങൾക്ക് ഗൗറൻ ഗൗറൻ എന്ന് പറഞ്ഞിട്ട് കിട്ടും കേട്ടോ. പെരയിലുണ്ടായതാന്നൊക്കെ പറഞ്ഞിട്ട് നടാടെ ഇങ്ങനെ പെരയിലുണ്ടായമായിരുന്നു നമ്മൾ അറുത്ത് കൊണ്ടുപോകണം കേട്ടോ. ഞങ്ങൾക്ക് കടയിൽ നിന്ന് ചില ദിവസമൊക്കെ നല്ല മധുരം ഉണ്ടാവും, ചില ദിവസം ഒട്ടും മധുരം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഞങ്ങൾ പപ്പായയുടെ ഒക്കെ പോകുന്നുണ്ട്. അപ്പം ഇനി ബാക്കിയുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക.